Today, we will discuss the special topic Biosphere Reserve. യുനെസ്കോ ആരംഭിച്ച മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് ബയോസ്ഫിയർ റിസർവുകൾ ഇന്ത്യയിൽ ആരംഭിച്ചത്. ബയോസ്ഫിയർ റിസർവുകൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് ലക്ഷ്യം വയ്ക്കുന്നത്: സംരക്ഷണം, ലോജിസ്റ്റിക്സ്, വികസനം. ബയോസ്ഫിയർ റിസർവുകളെ 3 വനമേഖലകളായി തിരിച്ചിട്ടുണ്ട്: കോർ ഏരിയ, ബഫർ സോൺ, ട്രാൻസിഷൻ സോൺ. വന്യജീവികളുടെ സ്വൈരവിഹാരത്തിനു വേണ്ടി സംരക്ഷിക്കുന്ന പ്രദേശത്തെ കോർ ഏരിയ എന്നും വികസന പ്രവർത്തനങ്ങളും ശാസ്ത്രീയ പഠനങ്ങളും നടത്തുന്ന മേഖലയെ ബഫർ സോൺ എന്നും, എന്നാൽ ബയോസ്ഫിയർ റിസർവിൻ്റെ ഏറ്റവും പുറമേയുള്ള മേഖലയെ ട്രാൻസിഷൻ മേഖലയെന്നും പറയുന്നു. ഇന്ത്യയിൽ ആകെ മൊത്തം 18 ബയോസ്ഫിയർ റിസർവുകളാണുള്ളത്. അതിൽ യുനെസ്കോയുടെ മാൻ ആൻഡ് ബയോസ്ഫിയർ റിസർവ് പ്രോഗ്രാമിൽ ഉൾപ്പെടുന്നത് 12 എണ്ണമാണ്. ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഗുജറാത്തിലെ ഗ്യാൻ ഭാരതിയും ഏറ്റവും ചെറുത് അസമിലെ ദിബ്രു സൈഖോവയുമാണ്. ഗ്യാൻ ഭാരതി ബയോസ്ഫിയർ റിസർവ് റാൻ ഓഫ് കച്ച് ബയോസ്ഫിയർ എന്നും അറിയപ്പെടുന്നു. അതേസമയം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മറൈൻ ബയോസ്ഫിയറാണ് ഗൾഫ് ഓഫ് മാന്നാർ. ഹൽദ്വാനി ബയോഡൈവേഴ്സിറ്റി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യയിലെ ആദ്യ ഇഫക്റ്റീവ് ഏരിയ ബേസ്ഡ് കൺസർവേഷൻ മെഷേഴ്സായി IUCN പ്രഖ്യാപിച്ചത് ആരവല്ലി ബയോഡൈവേഴ്സിറ്റി പാർക്ക്, ഹരിയാന. സാങ്കേതിക വികാസങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഇടപെടൽ കാരണമോ പാരിസ്ഥിതിക സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചതോ സംഭവിക്കാൻ ഇനിയിടയുള്ളതോ ആയ തണ്ണീർത്തടങ്ങളുടെ പട്ടികയാണ് മോൺട്രിയക്സ് റെക്കോർഡ്. നിലവിൽ ഇന്ത്യയിൽ നിന്നും കിയോലാഡിയോ നാഷണൽ പാർക്കും ലോക്തക് തടാകവും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. ചിൽക്ക തടാകം ഈ പട്ടികയിൽ ഉൾപ്പെട്ട വർഷം 1993, എന്നാൽ 2002 ഈ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. 1986 ഇത് നിലവിൽ വന്നത്. 2012 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ലിസ്റ്റിൽ ഇത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബയോസ്ഫിയറാണ് രജാജി രാഘവതി ബയോസ്ഫിയർ റിസർവ്, ഉത്തരാഖണ്ഡ്. ഒരു ടൈഗർ റിസർവിനുള്ളിൽ നിലവിൽ വരുന്ന ആദ്യ ബയോസ്ഫിയർ റിസർവാണ് രാജാജി രാഘവതി ബയോസ്ഫിയർ റിസർവ്, ഉത്തരാഖണ്ഡ്.